Hi children, നമ്മളിന്ന് The Best Investment I Ever Made എന്ന പാഠത്തിലെ പാരഗ്രാഫ് 6 മുതൽ 9 വരെയുള്ള ഭാഗങ്ങളാണ് നോക്കുന്നത്. അപ്പം നമ്മൾ പഠിച്ചു, അദ്ദേഹം എ.ജെ. ക്രോണിൻ യാത്ര ചെയ്തിരുന്ന കപ്പലിൽ ഒരു ജോൺ എന്ന് പറയുന്ന ആളും ഭാര്യയും കണ്ടുമുട്ടി. അപ്പം അവർ ഇങ്ങനെ ന്യൂയോർക്ക് പോലുള്ള ഒരുപാട് പട്ടണങ്ങളൊക്കെ സന്ദർശിക്കുകയാണ്. എന്തിനാണ്? പിന്നോക്കം നിൽക്കുന്ന സ്വഭാവ വൈകൃതമുള്ള, അതുപോലെ തന്നെ കുറ്റവാസന കൂടുതലുള്ള കുട്ടികളെയും കൗമാരക്കാരെയൊക്കെ രക്ഷിക്കുന്നതിനുള്ള രക്ഷാപ്രവർത്തനങ്ങളിലാണ് ഇവർ ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പം ഈ അപരിചിതൻ്റെ എന്താണ്, രൂപത്തിലും ഭാവത്തിലും ശബ്ദത്തിലും ആകമാനമുള്ള ആ ഒരു വ്യക്തിത്വത്തിലുമെല്ലാം സത്യസന്ധമായ ഒരു ഉത്സാഹമാണ് എ.ജെ. ക്രോണിന് കാണാൻ കഴിഞ്ഞത്. ആ സത്യസന്ധമായി കാണാൻ പറ്റുന്ന ആ ഒരു ഉത്സാഹം ആരുടെയും ദേഷ്യം ശമിപ്പിക്കുന്നതായിരുന്നു. അപ്പം ഇദ്ദേഹത്തിന് ഒരു നല്ല വ്യക്തിത്വമാണ് ഉണ്ടായിരുന്നത്. ആർക്കും പെട്ടെന്ന് ദേഷ്യം വരാത്ത രീതിയിലുള്ള എന്താണ് രൂപവും ഭാവവും ശബ്ദവും ഒക്കെ ഈ അപരിചിതനിൽ ഉണ്ടായിരുന്നു. അപ്പം ആർക്കും അദ്ദേഹത്തിനെ കണ്ടാൽ ഒരു അരോചകം തോന്നില്ല. അപ്പം ആന്തരികമായ ഒരു പ്രേരണയാൽ, ഇൻസ്റ്റിങ്ക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ ആന്തരികമായ ഒരു പ്രേരണയാൽ എ.ജെ. ക്രോണിന് അദ്ദേഹത്തിനോട് ഒരു ഇഷ്ടം തോന്നി. ആ അപരിചിതനോട് ഇഷ്ടം തോന്നി. അപ്പൊ കുറച്ചുകൂടി അദ്ദേഹം അവരെ ചോദ്യം ചെയ്തു. ആരെ? ആ ഭാര്യയും ഭർത്താവിനെയും ചോദ്യം ചെയ്തപ്പോൾ അവരെന്താണ് പറഞ്ഞത്? കഴിഞ്ഞ 15 വർഷമായിട്ട് അവര് എന്താണ് യുവജനക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിച്ചത്. മാത്രവുമല്ല, ഈ ജോൺ എന്ന് പറയുന്ന ആളൊരു വക്കീലാണ്. അപ്പോൾ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നതിന് ശേഷം, അതിനു പുറമെ കോടതിയിൽ ഇദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിനു പുറമെ ഇദ്ദേഹം ഒരു ധർമ്മസ്ഥാപനം നടത്തുന്നുണ്ട്. അതിൻ്റെ ഡയറക്ടർ കൂടിയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള ധർമ്മസ്ഥാപനമാണ്? നഗരപ്രദേശങ്ങളിലെ ചേരികളിൽ നിന്നുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും സംരക്ഷിക്കുക. അതിനു വേണ്ടിയിട്ടൊരു ധർമ്മസ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഡയറക്ടറാണ് ആര്? മിസ്റ്റർ ജോൺ. എങ്ങനെയാണ് ഈ ആൺകുട്ടികളും പെൺകുട്ടികളും നഗരപ്രദേശത്തിലെ ചേരികളിൽ അകപ്പെട്ടു പോയത്? നിയമ നിഷേധത്തിൽപ്പെട്ടാണ്. ഓരോരോ കുറ്റങ്ങൾ ചെയ്യുമ്പോൾ അവർ നിയമക്കുരുക്കിൽ പെടുകയും അവർ പിന്നീട് നഗരപ്രദേശത്തിലെ ചേരികളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയും ചെയ്യും. അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആൺകുട്ടികളെയും പെൺകുട്ടികളെയും സംരക്ഷിക്കുന്നതിനായിട്ടുള്ള ഒരു ധർമ്മസ്ഥാപനം മിസ്റ്റർ ജോൺ നടത്തുന്നുണ്ട്. അതിൻ്റെ ആരാണ്? ഡയറക്ടറാണ് അദ്ദേഹം. അപ്പം അദ്ദേഹം വക്കീൽ പണിക്ക് പുറമെയാണ് ഈ ധർമ്മസ്ഥാപനത്തിൻ്റെ ഡയറക്ടറും കൂടി ആയി പ്രവർത്തിക്കുന്നത്. ഇത്രയാണ് 6ാമത്തെ പാരഗ്രാഫ്. 7ാമത്തെ പാരഗ്രാഫ് കുറച്ചുകൂടി മനസ്സിൽ തട്ടി ഇദ്ദേഹം കാര്യങ്ങൾ സംസാരിച്ചു. ആര്? ജോൺ. അപ്പോഴാണ് എ.ജെ. ക്രോണിന് ആ ഭാര്യയും ഭർത്താവും ചെയ്യുന്ന ജോലി എന്താണെന്ന് കുറച്ചുകൂടി വ്യക്തമായത്. മനസ്സിൽ തട്ടി ജോണ് സംസാരിച്ചു തുടങ്ങിയപ്പോൾ എ.ജെ. ക്രോണിന് ആ ഭാര്യയും ഭർത്താവും ചെയ്യുന്ന ജോലികൾ എന്താണെന്ന് ഒരു ഏകദേശം പിടികിട്ടി. അവരെങ്ങനെയാണ് അതായത് ബാല കുറ്റവാളികളെ ശിക്ഷിക്കുന്ന കോടതിയുണ്ട്. ആ കോടതികളിൽ നിന്നും മോശപ്പെട്ട അവസ്ഥയിൽ ഉള്ള ചെറുപ്പക്കാരെ ഏറ്റെടുത്തുകൊണ്ട് അവരെ ആരോഗ്യകരമായ ഒരു അന്തരീക്ഷത്തിൽ കൊണ്ടുവരികയും തിരിച്ച് ലോകത്തിൽ തന്നെ പറഞ്ഞുവിടും. എങ്ങനെ? അവർക്ക്
നല്ല മാനസികവും ശാരീരികവുമായ നല്ല ഒരു പിന്തുണ കൊടുത്തുകൊണ്ടും അവർക്ക് പ്രയോജനകരമായ രീതിയിലുള്ള ഒരു കൈത്തൊഴിൽ അവരെ പഠിപ്പിച്ചുകൊണ്ടും സമൂഹത്തിൽ മാന്യമായ ഒരു സ്ഥാനം വഹിക്കാൻ അവരെ പ്രാപ്തരാക്കിക്കൊണ്ട് തിരിച്ച് അവരെ സമൂഹത്തിൽ തന്നെ പറഞ്ഞു വിടുന്ന ജോലിയാണ് ഈ ജോണും ഭാര്യയും ചെയ്യുന്നത് എന്ന് കുറച്ചുകൂടി ജോൺ ഉള്ളിൽ തട്ടി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എ.ജെ. ക്രോണിന് മനസ്സിലായി. അപ്പം അത് ശരിക്കും മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന ഒരു രക്ഷാപ്രവർത്തനം തന്നെയായിരുന്നു. അപ്പം എന്തുകൊണ്ടാണ് മിസ്റ്റർ ജോണ് ഈ മേഖല, അതായത് ഇങ്ങനെ ബാലകുറ്റവാളികളെ ശിക്ഷിക്കുന്ന കോടതിയിൽ നിന്നും മോശപ്പെട്ട അവസ്ഥയിൽ കാണുന്ന കൗമാരക്കാരെ ഏറ്റെടുത്ത് അവർക്ക് ആരോഗ്യപരവും മാനസികപരവുമായ നല്ല പിന്തുണയും കൊടുത്ത് അവരെ നല്ല ഒരു ചുറ്റുപാടിൽ എത്തിക്കുകയും അവരെ തിരിച്ച് സമൂഹത്തിൽ മാന്യന്മാരായി ജീവിക്കുന്നതിനുള്ള പ്രയോജനപ്പെട്ട ഒരു കൈത്തൊഴിലൊക്കെ പഠിപ്പിച്ച് ഇങ്ങനെ പ്രാപ്തരാക്കി എടുക്കുന്ന ആ മേഖലയിൽ പ്രവർത്തിക്കാൻ എന്താണ് ജോണിന് പ്രേരണയായത് എന്ന് എ.ജെ. ക്രോണിൻ ജോണിനോട് ചോദിച്ചു. അതാണ് 7ാമത്തെ പാരഗ്രാഫ്. അടുത്ത 8ാമത്തെ പാരഗ്രാഫ്. ആ ചോദ്യം വളരെ അത്ഭുതകരമായ ഒരു ഫലമാണ് ആരിൽ ഉണ്ടാക്കിയത്? ജോണിൽ ഉണ്ടാക്കിയത്. ജോണിന് ആ ചോദ്യം കേട്ടപ്പോൾ ഒരു അത്ഭുതമാണ് തോന്നിയത്, ഒരു ഐശ്വര്യമാണ് തോന്നിയത്. ഒരു ചുടു നിശ്വാസത്തോടെ അദ്ദേഹം ഉറക്കെ ചോദിച്ചു. ആരോട്? എ.ജെ. ക്രോണിനോട് ചോദിച്ചു. താങ്കൾക്ക് ഇപ്പോഴും എന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. അപ്പം എ.ജെ. ക്രോണിൻ തലയാട്ടി. അദ്ദേഹത്തിന്റെ ബലമായ വിശ്വാസത്തിൽ ഈ ആളിനെ മുൻപൊരിക്കലും ഒരിടത്ത് വെച്ചും കണ്ടതായിട്ടുള്ള ഒരു ഓർമ്മ പോലും എ.ജെ. ക്രോണിനില്ല. ആ ഒരു ബലമായ വിശ്വാസത്തിൽ എ.ജെ. ക്രോണിൻ ഇല്ല എന്ന് തലയാട്ടി. അടുത്ത 9ാമത്തെ പാരഗ്രാഫ്. താങ്കളുമായി ബന്ധപ്പെടണമെന്ന്, അതായത് താങ്കളെ ഒന്ന് കാണണമെന്ന് ഞാൻ കഴിഞ്ഞ കുറെ നാളായിട്ട് ആഗ്രഹിക്കുകയാണ് എന്ന് ആര് പറഞ്ഞു? വികാര വിക്ഷോഭത്തോടെ ഈ മിസ്റ്റർ ജോണ് എ.ജെ. ക്രോണിനോട് പറഞ്ഞു. പക്ഷെ എനിക്ക് ഒരിക്കലും അതിന് അവസരം ലഭിച്ചിരുന്നില്ല എന്ന് ആര് പറഞ്ഞു? ജോണ് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം എ.ജെ. ക്രോണിന്റെ അടുത്തേക്ക് വന്നിട്ട് കുനിഞ്ഞ് ഇദ്ദേഹത്തിന്റെ എ.ജെ. ക്രോണിന്റെ അടുത്തോട്ട് വന്നിട്ട് കുനിഞ്ഞ് എ.ജെ. ക്രോണിന്റെ ചെവിയിൽ വളരെ പിരിമുറുക്കത്തോടെ എന്തോ കാര്യങ്ങൾ പറഞ്ഞു. പെട്ടെന്നാണ് ആ മറ നീങ്ങിയത്. വീൽസ് പാർട്ടഡ് എന്ന് പറഞ്ഞാൽ മറ നീങ്ങുക. 25 വർഷം മുമ്പ് നടന്ന സംഭവങ്ങളുടെ ആ ഓർമ്മ എ.ജെ. ക്രോണിന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്നു. ഒരു ഞെട്ടലോടെ അദ്ദേഹം ഈ മിസ്റ്റർ ജോൺ എന്ന് പറഞ്ഞ ഈ അപരിചിതനെ ആദ്യമായിട്ട് കണ്ട സംഭവം പതുക്കെ ആരുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു? എ.ജെ. ക്രോണിന്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു. ഒരു ഞെട്ടലോടെ അദ്ദേഹം അത് ഓർത്തെടുക്കുകയാണ്. ഈ മനുഷ്യനെ ആദ്യമായി കണ്ട സംഭവം ഒരു ഞെട്ടലോടെ എ.ജെ. ക്രോണിൻ ഓർത്തെടുക്കുകയാണ്. 25 വർഷം മുമ്പ് നടന്ന സംഭവങ്ങളുടെ മറ നീങ്ങി ആ ആൾ ആരാണെന്നുള്ളത് അദ്ദേഹത്തിന് പതുക്കെ ഓർമ്മ വന്നു. ഇതെല്ലാം ഒരു പിരിമുറുക്കത്തോടെയാണ് കുനിഞ്ഞ് അടുത്ത് വന്നാണ് ഈ പരിചിതൻ എന്ന് അവകാശപ്പെടുന്ന മിസ്റ്റർ ജോണ് എ.ജെ. ക്രോണിന്റെ കാതിൽ 25 വർഷം മുമ്പ് നടന്ന ഒരു സംഭവം ചെറുതായിട്ടൊരു സൂചന കൊടുത്തത്. അപ്പോഴാണ് പെട്ടെന്ന് മറ നീങ്ങിയത്. മറ നീങ്ങി ആ പഴയ 25 വർഷം മുമ്പ് നടന്ന സംഭവം എ.ജെ. ക്രോണിൻ ഒരു ഞെട്ടലോടെ ഈ മനുഷ്യനെ ആദ്യമായിട്ട് കണ്ട സംഭവം അദ്ദേഹത്തിന്റെ ഓർമ്മയിലേക്ക് ഓടി വന്നു. ഇത്രയാണ് 6 മുതൽ 9 വരെയുള്ള
പാരഗ്രാഫിൻ്റെ മീനിങ്. എല്ലാവരും അത് വായിച്ച് പഠിക്കുക. ഓക്കെ, താങ്ക് യു.